ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്ന ഈ ഒരു സംഭവം നമ്മളെ ഏറെ ഞെട്ടിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് ചിന്തിപ്പിക്കുന്നതുമാണ്. ഒരു ദിവസം പെട്ടെന്നാണ് 1 മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ കൈകളിലും ശരീരത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിലുമായി ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുന്നത്. ആ സമയങ്ങളിലെല്ലാം കുഞ്ഞ് നല്ല രീതിയിൽ കരയുന്നുമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ മാതാപിതാക്കൾ ഉടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ ഇത് അലർജിയുമായി ബന്ധപ്പെട്ട അസുഖമാണെന്ന് പറഞ്ഞ് മരുന്ന് നൽകി ഇവരെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ പാടുകളെല്ലാം മായാനും തുടങ്ങി. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ഇതേ പാടുകൾ ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ കുഞ്ഞിനെയും എടുത്ത് നേരെ ആദ്യം കാണിച്ച ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുപോയി. ഒരേ തരത്തിലുള്ള പാടുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതോടെ സംശയം തോന്നിയ ഡോക്ടർ വിശദമായി കുഞ്ഞിന്റെ ദേഹത്തുള്ള പാടുകൾ പരിശോധിക്കുകയായിരുന്നു. അങ്ങനെയാണ് അത് പൊള്ളലേറ്റതുപോലെയുള്ള പാടുകളാണെന്ന കാര്യം ഡോക്ടർക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് കുഞ്ഞിനെ ആരെങ്കിലും ഉപദ്രവിക്കാറുണ്ടോ എന്ന തരത്തിലായിരുന്നു ഡോക്ടർ മാതാപിതാക്കളോട് ചോദിച്ചത്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് മാതാപിതാക്കൾ പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെ കുഞ്ഞിനെയും മാതാവിനെയും പുറത്തിരുത്തിയ ശേഷം ഡോക്ടർ കുഞ്ഞിന്റെ പിതാവിനോട് ആരുമറിയാതെ വീട്ടിലൊരു ക്യാമറ സ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതുപ്രകാരം ആ പിതാവ് കുഞ്ഞ് കിടന്നുറങ്ങുന്ന മുറിയിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. തുടർന്ന് 2 ദിവസത്തിന് ശേഷമാണ് പെട്ടെന്ന് മുറിയിൽ നിന്നും ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിന്റെ കരച്ചിൽ അമ്മ കേൾക്കുന്നത്. ഇതിനു പിന്നാലെ മുറിയിലെത്തി നോക്കിയ അമ്മ കണ്ടത് കുഞ്ഞിന്റെ ദേഹത്ത് വീണ്ടും പാടുകൾ പ്രത്യക്ഷപ്പെട്ട നിലയിലായിരുന്നു. തുടർന്ന് അന്ന് രാത്രി ജോലി കഴിഞ്ഞെത്തിയ കുഞ്ഞിന്റെ പിതാവ് ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. ഇതോടെ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കുഞ്ഞിന്റെ ദേഹത്ത് പൊള്ളലേൽപ്പിച്ചിരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല, ആ കുഞ്ഞിന്റെ സഹോദരിയായ 5 വയസ്സുകാരിയായിരുന്നു അത് ചെയ്തിരുന്നത്. കുട്ടിയുടെ അമ്മ വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന സമയത്ത് 5 വയസ്സുകാരി അടുക്കളയിൽ പോയി ഫോർക്ക് ചൂടാക്കി കൊണ്ടുവന്ന് കുഞ്ഞിന്റെ ദേഹത്ത് വെക്കുകയായിരുന്നു. ഇതോടുകൂടി കുഞ്ഞ് നിർത്താതെ കരയുന്നതും അവർ ആ ദൃശ്യങ്ങളിൽ കണ്ടു. തങ്ങളുടെ മകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് കണ്ട ആ മാതാപിതാക്കൾ അവളെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ഡോക്ടർ കുട്ടിക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്ന തോന്നലിലാണ് ഇതെല്ലാം ചെയ്തത് എന്നാണ് പറഞ്ഞത്. കുടുംബത്തിലേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ തനിക്ക് ഇതുവരെ ലഭിച്ചിരുന്ന സ്നേഹം നഷ്ടപ്പെടുമോ എന്ന തോന്നലാകാം കുട്ടികളെ വൈരാഗ്യത്തിലേക്ക് നയിക്കുന്നത്. ഇത്തരം കുട്ടികളെ നോക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ തന്നെ മാതാപിതാക്കൾക്ക് ആവശ്യമാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ പല വീടുകളിലും നടക്കുന്നതാണെന്നും ഇതിനായുള്ള മുൻകരുതലുകൾ എല്ലാ രക്ഷിതാക്കളും എടുക്കണമെന്നും വിദഗ്ധർ പറയുന്നു. പുതിയ കുട്ടികളുടെ കടന്നുവരവ് അവരുമായി മാതാപിതാക്കൾക്കുള്ള ബന്ധത്തിന് ഭീഷണിയാകുമോ എന്ന തോന്നലാണ് ഇതിനെല്ലാം കാരണം. ഇത്തരം സംഭവങ്ങൾ ആദ്യമേ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഇവർ വളരുമ്പോൾ അവരുടെ പെരുമാറ്റത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം. ഇതിനായി പുതിയ കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് അറിയുന്ന സമയം മുതൽ തന്നെ മൂത്ത കുട്ടിയെ നമ്മൾ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ മൂത്ത കുട്ടികളുടെ സാന്നിധ്യത്തിൽ ഇളയ കുട്ടിയെ കൂടുതൽ താലോലിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഒഡീഷയിലെ കേന്ദ്രപദ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ രക്ഷിതാക്കളുടെ പേര് വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.